ഇന്ന് ജൂൺ 3 നിങ്ങൾക്കറിയേണ്ട സിനിമകളുടെ ഇതുൾപ്പെടെ 7 OTT അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ആദ്യത്തേത് സിന്നേഴ്സ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇപ്പോഴത്തെ OTT റിലീസ് ആയിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലൂടെയും ഒപ്പം തന്നെ ബുക്ക് മൈ ഷോ OTT പ്ലാറ്റ്ഫോമിലൂടെയും സിനിമ റെന്റ് ഓപ്ഷനിലാണ് ഇപ്പോൾ OTT റിലീസ് ആയിരിക്കുന്നത്. രണ്ടാമത്തേത് മറ്റൊരു വിദേശ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ ആഴ്ച ജൂൺ 6 OTT റിലീസിനൊരുങ്ങുന്ന സിനിമയാണ് ഹൈ ഫോഴ്സസ്. ഈ വിദേശ സിനിമ ഹിന്ദി, തമിഴ്, തെലുഗു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളിലും OTT റിലീസ് ആകുന്നതാണ്. ഒരു തെലുഗു സിനിമ OTT റിലീസിനായിട്ടൊരുങ്ങുന്നു. ഡിയർ ഡാഡി എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ETV വിൻ OTT പ്ലാറ്റ്ഫോമിലൂടെ ജൂൺ 8 OTT റിലീസ് ആകുന്നതാണ്. റാണ നായിഡു ഒരു തെലുഗു സീരീസ് ആണല്ലോ. ഈ സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം നേരത്തെ തന്നെ വന്നു കഴിഞ്ഞതാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ അന്യഭാഷാ സീരീസ് വരുന്ന ജൂൺ 13 OTT റിലീസ് ആകുമെന്നാണ് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. സീരീസ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ റിലീസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹിന്ദിയിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് OTT സിനിമയാണ് സ്റ്റോളൻ. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ജൂൺ 4 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ആകുന്നതാണ്. നേരത്തെ തിയേറ്ററുകളിലെത്തി മലയാളത്തിൽ ഈ വർഷം വിജയിച്ച സിനിമകളിൽ ഒന്നായിട്ട് മാറിയ സിനിമയാണല്ലോ നസലിന്റെ ആലപ്പുഴ ജിംഖാന. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത സിനിമ വലിയ വിജയമായിട്ടും ഇനിയും സിനിമ OTT റിലീസ് ആയിട്ടില്ല. സോണി ലിവ് സ്വന്തമാക്കിയ സിനിമ ഈ ആഴ്ച ജൂൺ 5 OTT റിലീസ് ആകുമെന്ന് പറഞ്ഞ ദിവസങ്ങൾക്ക് മുന്നേ ഒരു അൺഒഫീഷ്യൽ OTT പോസ്റ്റർ വന്നെങ്കിലും ഇനിയും ഒഫീഷ്യൽ OTT കൺഫർമേഷൻ വന്നിട്ടില്ല. ഈ മാസം തന്നെ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നു. അവസാനത്തേത് ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി അപ്ഡേറ്റ് ആണ്. ഒരു പക്ക ദിലീപിന്റെ ഫാമിലി പടമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി ഒരു മാസം തിയേറ്ററുകളിൽ പിന്നിടാനായിട്ടിരിക്കുകയാണല്ലോ പ്രിൻസ് ആൻഡ് ഫാമിലി. സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ ആമസോൺ പ്രൈമും മനോരമ മാക്സും സ്വന്തമാക്കിയെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ജൂൺ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ ജൂലൈ ആദ്യ ആഴ്ചകളിൽ പ്രിൻസ് OTT ലഭ്യമാകുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പ്രിൻസിന്റെ OTT റിലീസിനായിട്ടും ഒഫീഷ്യൽ കൺഫർമേഷനായിട്ടും കാത്തിരിക്കാം.